ഹലോ എവ്രി വൺ. നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ. അതും നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ യാത്ര. നമ്മളെവിടെയാണ് പോകുന്നതെന്ന് വഴിയേ പറഞ്ഞുതരാം കേട്ടോ. ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഓഗസ്റ്റ് മാസമായതുകൊണ്ട് പിള്ളേർക്ക് ലോങ് വെക്കേഷൻ ടൈമാണ്. യൂഷ്വലി ഈ സമയങ്ങളിലാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡെനോവർ ടു ഹാർലിംഗൻ പോകുന്ന ഒരു റോഡ് വേ ആണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡും വെള്ളമാണ്. അത്യാവശ്യം കുറച്ച് ലോങ് ആണ് ഈ റോഡ് വേ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടോ വിൻഡ് മില്ല് കുറേ നിൽക്കുന്നത്. ഈ വിൻഡ് മില്ല് കുറേ വെള്ളത്തിനകത്ത് ഇംപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുക. കിടലൻ വ്യൂ ആയിരുന്നു കേട്ടോ. കണ്ടോ മാപ്പിനകത്ത് രണ്ട് സൈഡ് ഫുൾ വെള്ളം, അടിപൊളി. അപ്പോൾ ഈ യാത്രയിൽ എൻ്റെ ചിരകാല ആഗ്രഹം സഫലമാകാൻ പോവാണ്. വഴിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താന്ന്. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രീസ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഫ്രിഷ്യൻ എന്ന് പറയുന്ന ഒരു എത്നിക് ഗ്രൂപ്പ് കുടിയേറി പാർത്തിരിക്കുന്നതാണ് നെതർലാൻഡ്സിൻ്റെ ഈ നോർത്തേൺ കോസ്റ്റൽ സൈഡിൽ, നോർത്ത് വെസ്റ്റേൺ കോസ്റ്റൽ സൈഡിൽ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് മെയിനായിട്ടും അഗ്രികൾച്ചറാണ് ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം. അതുമാത്രമല്ല ഹോഴ്സ് ഫാമിംഗ് ആണ് അവരുടെ വേറൊരു മെയിൻ സംഭവം. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്നത് തന്നെ ഒരു ഫ്രിഷ്യൻ ഫാം ഹൗസിലാണ് കേട്ടോ. ഇതിൻ്റെ ആർക്കിടെക്ചർ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇതിനെ ഹെഡ്, നെക്ക്, ബോഡി എന്നുള്ള 3 ലെവലിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഒരു കൂടാരം പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ വെളിയിൽ നിന്ന് നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചോന്നറിയില്ല, മുന്നോട്ട് പോകുമ്പം ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതുണ്ട് ഇതിൻ്റെ ബോഡി ഭാഗത്താണ് ഇങ്ങനെ ഫാം. നമ്മൾ പശുത്തൊഴുത്തിൽ താമസിക്കുന്നൊരു ഫീല് പോലെയാണ് കേട്ടോ. മുഴുവൻ താറാവും കോഴിയും പിന്നെ മുയലും പിന്നെ കുതിരയാണ് അതിൻ്റെ അപ്പുറത്ത്. നേരെ കാണുന്ന ആ സൈഡിൽ മുഴുവൻ കുതിരകളാണ്. അപ്പം നമ്മുടെ നാട്ടിലെ പശുത്തൊഴുത്തിൽ പോയ ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഇതിലൂടെയാണ് നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്നത്. ടിപ്പിക്കൽ ഫാം ഹൗസ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. നല്ല ഫുൾ ഈച്ചയും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അവർ റോ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ഫ്രിഷ്യൻ ആൾക്കാരാണ്, അതുകൊണ്ട് അവരും ഇതിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്, ഇതിൻ്റെ വേറൊരു സൈഡിൽ. പിള്ളേർക്ക് ഈ ഒരു വെക്കേഷൻ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അവർക്ക് നേച്ചറുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം കണ്ട തൊഴുത്തിൻ്റെ അകത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനത്തെ അച്ഛൻ ഇറങ്ങിപ്പോകുന്ന സ്റ്റേഴ്സ് ഉണ്ട്. ആ സ്റ്റേഴ്സ് ഇറങ്ങി മുകളിൽ കയറുമ്പോൾ നമ്മൾ നേരെ എത്തുന്ന കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ നിന്നുള്ള ആ ഫാമിലേക്കുള്ള വ്യൂ ഉണ്ടോ? ഈ കാണുന്ന റൂഫാണ്. ഈ റൂഫാണ് നമ്മൾ വെളിയിൽ നിന്ന് വലിയ കൂടാരം പോലെ കാണുന്നത്. ഇതിനകവശം കണ്ടോ? നമ്മൾ വെളിയിൽ നോക്കി ഇത്രയും വലിയൊരു സംഭവമാണോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെയാണ് സംഭവം. അപ്പം നമ്മളിങ്ങനെ കയറി വന്ന് പിന്നെ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കിന് ബെഡ്റൂം പിന്നെ ഒരു ഡ്രോയിങ് റൂം. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആർക്കിടെക്ചറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നൊന്ന് സെറ്റിലായി, ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി. അന്ന് ഞങ്ങൾ ഈവനിങ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ, ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചു. നമ്മുടെ ഈ യാത്രയിൽ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ജിജോ ആൻഡ് ലിസ് ഉണ്ട്. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ജോപ്പൻസ് ടേസ്റ്റ് എന്ന് പറഞ്ഞത്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്ക് അവരുടെ ആ ചാനലിൽ കാണാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം കേട്ടോ. അപ്പം രാത്രിയത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഐറ്റംസ് ബെൽജിയത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാമല്ലോ, ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. അങ്ങനത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്റ്റേയുടെ ചുറ്റുപാടൊക്കെ ഒന്ന് ചുമ്മാ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങി. ഈ യാത്ര ഒത്തിരി ഹറിബറി ആയിട്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണുക എന്നുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇച്ചിരി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് എടുത്തത് തന്നെ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഫ്രിഷ്യൻ ഹൗസ്, ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. ഇതിൻ്റെ റൂഫ് കണ്ടോ? അപ്പോൾ ആ റൂഫ് സൈഡിലാണ് നമ്മുടെ സ്റ്റേ, ഏറ്റവും താഴെയാണ് ഫാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷപ്പായിട്ട് ഞങ്ങൾ നേരെ സിറ്റി എക്സ്പ്ലോറേഷനായിട്ട് ഇറങ്ങി. കുറച്ച് കൗതുകമേറിയ കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഈ താഴെ കണ്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത പരസ്യങ്ങളുടെയൊക്കെ ഇത് സ്ലാബിലാക്കി തറയിൽ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാണുന്നത് നെതർലാൻഡ്സിൻ്റെ ലീനിങ് ടവറാണ് കേട്ടോ. ഇതൊരു അൺഫിനിഷ്ഡ് ചേർച്ചാണ്, ഓൾഡ് ഹൂവ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കനാൽ ഒഴുകുന്നുണ്ട്. അവിടെ നല്ല രസമുള്ള പഴയ സെയിൽ ബോട്ടുകൾ ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ടും അവിടെ കുറേ നേരം ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു.
അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ജലാറ്റോ അടിക്കാൻ വേണ്ടിയിട്ട് കയറി. നടന്ന് നല്ല ക്ഷീണിച്ച് തളർന്നിരുന്നപ്പോഴത്തേക്കിന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒന്ന്, വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല നല്ല ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി റിഫ്രഷിങ് മൊമെൻ്റ് ആയിരുന്നത്. അപ്പം അതൊക്കെ കഴിച്ച് ഇനി നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു ചുമ്മാ സംസാരിച്ച്. അങ്ങനെ ജലാറ്റോ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു ഹാർലിംഗൻ ബീച്ചിലേക്ക്. എന്നെ അടിപൊളിയാന്ന് നോക്കി. കാത്തിക്ക് ഏത് ബീച്ചിൽ പോയാലും ഷെല്ല് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിൽ ഒരു ജാറുണ്ട്, നിറച്ച് ഇവള് കളക്ട് ചെയ്ത ഷെല്ലുകളാണ്. അന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സ്റ്റേയുടെ അവിടെ എത്തി കേട്ടോ. പിന്നെയും കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് ആ ഫാമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഈ ആപ്പിൾ ട്രീ കുതിരകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വളർത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷപ്പായി ഡിന്നറൊക്കെ കഴിച്ച്, അന്നത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ ഞങ്ങൾ ഡൊറാഡെ ഫിഷിൻ്റെ ഗ്രില്ലും പിന്നെ റാപ്പും ആയിരുന്നു. പിന്നെ ഉറങ്ങിയതേ ഉള്ളൂ, വേറെ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ദ മച്ച് അവൈറ്റഡ് ആക്ടിവിറ്റി ഓഫ് ദിസ് ട്രിപ്പ്, അതായത് ഞാനും പിന്നെ ജിജോയും കൂടെ ഹോഴ്സ് റൈഡിങ് ട്രെയിനിങ്ങിനായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഫ്രിഷ്യൻ ഇവരാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ കുതിരയെ മെരിക്കുക എന്നുള്ളതാണ്. അതിന് ഹോഴ്സ് ക്യാൻഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ കുതിരയെ സ്റ്റീർ ചെയ്യാനുള്ള റോപ്പൊക്കെ ആയിട്ട് നമ്മൾ കുതിര ഫാമിലേക്ക് പോവാം കേട്ടോ. രാവിലെ കുളിച്ചതൊക്കെ വെറുതെ ആയി പോയെന്നാണ് തോന്നുന്നത്. കാരണം മുക്കിന് ചാണകവും, പിന്നെ അത് കഴിഞ്ഞ് ഈ കുതിരക്കാൻറ്റ് കൊടുത്തപ്പോഴത്തേക്കിന് അതിൻ്റെ വേറൊരു പണിയും കിട്ടി. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് നമ്മുടെ ദേഹത്ത് ബോഡി ക്രീം തേക്കുമല്ലോ, ഗതികേടിന് ഞാൻ കൊക്കോ ബട്ടർ ക്രീം തേച്ചു. അത് അവസാനം കുതിരയ്ക്ക് ക്യാൻഡി ആയിട്ടുള്ള മണം പോലെ തോന്നി. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാടായിരുന്നു കുറച്ച് നേരം. പിന്നെ അതിൽ നിന്നൊക്കെ സെറ്റായി കുതിരയെ ഒന്ന് ചെറിയ രീതിയിൽ മെരുക്കി നേരെ നമ്മൾ കുതിര റെഡിയാക്കാൻ പോവാണ്, പ്രെപ്പ് ചെയ്യാൻ പോവാണ്. അതിന് ബ്രഷിങ് എന്ന് പറയും. ഇതും വേറൊരു പ്രോസസ്സാണ് അതിനെ മെരുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തന്നെ അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ചുരുക്കം പറഞ്ഞ് ഇവർ ചെയ്യേണ്ട വൃത്തിയാക്കൽ പരിപാടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു നിമിഷം ഓർത്തു, കാശ് കൊടുത്തത് ഇതിന് വേണ്ടിയിട്ടാണോ? അങ്ങനെ കുറച്ചേറെ നേരം അതിനെ ബ്രഷ് ചെയ്ത് അതിനെ സെറ്റാക്കി. ചെറുപ്പത്തിൽ കുറേ തവണ കുതിരയുടെ കാലുകൊണ്ട് ചവിട്ടിയിട്ടുണ്ട്. ഈ പരിപാടി ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചു. കാല് ക്ലീൻ ചെയ്യുന്നത്, അതായത് കുളമ്പ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ മണ്ടയ്ക്കിരിക്കാനുള്ള സൂത്രമായിട്ട് അവിടെ പോയി സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം റിഫ്രഷ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കുതിരയെക്കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ ജിജോയും ലെസ്സും ചോദിച്ചറിയായിരുന്നു കേട്ടോ. കുതിരകളുടെ പ്രായവും പിന്നെ അതിൻ്റെ ട്രെയിനിങ് ലെവലും അനുസരിച്ചാണ് ഇവരുടെ പ്രൈസിങ് വരുന്നത് കേട്ടോ. സെല്ല് ചെയ്യുമ്പോഴത്തേക്കിന് €6,000 മുതൽ ലക്ഷങ്ങളോളം വരും അതിൻ്റെ റേറ്റ് തന്നെ. അങ്ങനെ ഈസി ആയിട്ട് കുതിരയുടെ മണ്ടയ്ക്ക് കയറി. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ മണ്ടയെന്ന് ഇറങ്ങുന്നത് നമ്മൾ ഒരു സ്റ്റൂളോ ഒരു ചെയറോ ഒന്നുമില്ലാതെ നമ്മൾ തന്നെ കുത്തനെ കുതിച്ച് പൊങ്ങി താഴോട്ട് ചാടണം. അതായിരുന്നു യജ്ഞം. അങ്ങനെ പുള്ളിക്കാരി നമ്മളെ സ്റ്റീർ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ. ലെഫ്റ്റും റൈറ്റും പോകാനും നിർത്താനും പിന്നെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്നൊക്കെ നല്ല ട്രെയിനിങ് ആയിരുന്നു പുള്ളിക്കാരത്തി തന്നെ. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. അപ്പം ചെയ്യാൻ പ്ലാനുണ്ട്, നോക്കട്ടെ, സൗകര്യം പോലെ ചെയ്യണം. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആരെങ്കിലും നെതർലൻഡ്സിൽ ഇങ്ങനെ വല്ലതും ഇത് ചെയ്യാൻ ഒരു ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഇത് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ നമ്മുടെ ലെവൽ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് കുതിര സവാരി ചെയ്യാം. അങ്ങനെ 2 മണിക്കൂറത്തെ ട്രെയിനിങ് കഴിഞ്ഞതേ നമ്മൾ തിരിച്ച് ബെൽജിയത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. ഓൺ ദ വേ നമ്മൾ മെക്ഡിയിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇതുകൊണ്ട് നമ്മുടെ യാത്ര ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ സൂൺ വരുന്നതാണ്. ഇപ്പോഴത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ. നാടൻ ചൈതി സൈനിങ് ഓഫ് ഫ്രം നെതർലാൻഡ്സ്.